ഇന്റർനാഷണൽ വോളണ്ടിയർ ദിനത്തിന്റെ ഭാഗമായി ഡിസംബർ 5-ാം തീയതി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അൽ ജാഫിയയിലെ പ്രധാന ഓഫീസിൽ നടന്ന പരിപാടിയിൽ ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറൽ ഹസ്സ ബിൻ അസാബു ഹുമൈദ്, ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് ബിൻ സുറൂർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജീവനക്കാർ, മലയാളികളടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ജീവനക്കാരെയും പൊതുമാപ്പ് കേന്ദ്രങ്ങളിൽ സേവനം നൽകിയ മലയാളികളടക്കമുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു. രാജ്യത്തെ ആദ്യത്തെ വോളണ്ടിയർ ലൈസൻസ് പ്രോഗ്രാം പൂർത്തിയാക്കിയവർക്കും ചടങ്ങിൽ പ്രത്യേക ആദരവ് നൽകി. 2018-ൽ തുടക്കം കുറിച്ച GDRFയുടെ സന്നദ്ധ സേവന പ്രവർത്തന നേട്ടങ്ങളെ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. താമസ കുടിയേറ്റ വകുപ്പ് കഴിഞ്ഞ 7 വർഷത്തിനിടെ 92 സ്വയം സേവന പദ്ധതികൾ നടപ്പിലാക്കിയതായി മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. ഇതിൽ 3072 ജീവനക്കാർ പങ്കെടുക്കുകയും 42,730 മണിക്കൂർ സേവനങ്ങൾ നടത്തുകയും ചെയ്തു. സന്നദ്ധ സേവനം മനുഷ്യനന്മയുടെയും സുസ്ഥിര വികസനത്തിന്റെയും അടിത്തറയാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ UAE ദേശീയ പരിപാടികളുടെ ഭാഗമായി ഗാഫ് മരങ്ങൾ ഓഫീസ് പരിസരത്ത് അധികൃതർ നട്ടുപിടിപ്പിച്ചു. GDRFയുടെ വോളണ്ടിയർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുകയും വിവിധ പദ്ധതികളും പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. വേൾഡ് വിഷൻ, ദുബായ്.